യൂറോ കപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ജർമ്മനി രാത്രി 12:30 തുടങ്ങുന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ നേരിടും. 2014 ലോകകപ്പിന് ശേഷം കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ജർമ്മനിക്ക് സ്വന്തം നാട്ടിൽ നടക്കുന്ന യൂറോ കപ്പിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും തൃപ്തിയാവില്ല. കോച്ച് ജൂലിയൻ നഗൽസ്മാന്റെ കീഴിൽ വിരമിച്ച ടോണി ക്രൂസിനെ അടക്കം തിരിച്ചു വിളിച്ച് കരുത്തുറ്റ നിരയുമായാണ് ജർമ്മനി ഇറങ്ങുന്നത്. മിഡ്ഫീൽഡാണ് ജർമ്മൻ നിരയുടെ കരുത്ത്. ടോണി ക്രൂസിന് പുറമെ എൽഗായ് ഗുണ്ടോഗൻ, ജമാൽ മുസിയാല, ലിറോയ് സാനെ, ഫ്ലോറിയൻ വിർട്സ് തുടങ്ങിയവരെല്ലാം ചേരുമ്പോൾ ജർമ്മൻ മധ്യനിര സുശക്തം. ഗോൾ കീപ്പർമാരായി ബയൺ മ്യൂണിക്കിന്റെ മാനുവൽ ന്യൂയറും ബാഴ്സലോണയുടെ ടെർ സ്റ്റീഗനും അടക്കമുള്ളവരും, പ്രതിരോധത്തിൽ ജോഷുവ കിമിച്ചും അന്റോണിയോ റുഡിഗറും ഉണ്ട്. കായ ഹവേർട്സും തോമസ് മുള്ളറും നിക്കോളാസ് ഫുൾക്രഗും അടങ്ങുന്ന മുന്നേറ്റ നിര അത്ര കരുത്തുറ്റതല്ലെങ്കിലും മധ്യനിര ഇത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2018-ലെയും 2022-ലെയും ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായ ജർമ്മനി അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ 3 മാത്രമാണ് ജയിച്ചു കയറിയത്. എന്നാൽ നഗൽസ്മാൻ പരിശീലകനായി എത്തിയ ശേഷം 2024-ൽ കളിച്ച 4 മത്സരങ്ങളിൽ 3 വിജയം നേടുകയും 1 സമനില വഴങ്ങുകയും ചെയ്തത് ടീം മെച്ചപ്പെടുന്നതിൻ്റെ സൂചന നൽകുന്നു. അടുത്തിടെ ജർമ്മനിക്ക് മുമ്പിൽ വീണ ടീമുകളിലൊന്ന് ഫ്രാൻസും മറ്റൊന്ന് നെതർലൻഡ്സുമാണ് എന്നത് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 2006-ലെ ലോകകപ്പിന് വേദിയൊരുക്കിയ ശേഷം ആദ്യമായാണ് ഒരു പ്രധാന രാജ്യാന്തര ടൂർണമെന്റിന് ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ സ്കോട്ട്ലാൻഡിന് പുറമെ ഹംഗറിയും സ്വിറ്റ്സർലാൻഡുമാണ് ജർമ്മനിയുടെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.